കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗൗതമിന്റെ അടുത്തേക്ക് നന്ദയുടെ കുറ്റമൊക്കെ ആയിട്ട് നന്ദ കുറെ ഗൂഢതന്ത്രങ്ങളൊക്കെ മെനഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ഗൗതമിന്റെ അടുത്തേക്ക് പിങ്കി ചെല്ലുന്നുണ്ട്. അങ്ങനെ പിങ്കി ചെന്ന് കഴിയുമ്പോഴത്തേനും പിങ്കിനെ ഗൗതം പഞ്ഞിക്കിടുവാണ്. ഒരിക്കലും പിങ്കി പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല പിന്നീട് ഗൗതം പറയുന്നത്. അതിന്റെ വിശേഷങ്ങൾ പിന്നീട് നന്ദി ആകെപ്പാടെ അസ്വസ്ഥപ്പെടുവാണ്. കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ചെമ്പമ്മയുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഗാഥയുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതിനെക്കുറിച്ചൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന വിശേഷം. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടത് പിങ്കിയും മോഹിനി എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ പിങ്കി ഞാൻ നോക്കുമ്പോൾ വണ്ടിക്കകത്ത് ഇറങ്ങിയ ഗൗതമായിരുന്നു. അപ്പം 3-4 ദിവസത്തിന് ശേഷം ഗൗതം വീട്ടിലേക്ക് വരുമായിരുന്നു. ഡൽഹി ട്രിപ്പൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഗൗതം വന്നു കഴിയുമ്പോഴത്തേനും മഹേശൻ ചോദിച്ചു, എന്തായി മോനെ കാര്യങ്ങൾ? അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം സെറ്റായെന്ന് ചോദിക്കണം. നീ പരാതിയെ കൊടുത്തെന്ന് വെക്കും. അതല്ലേ ഓക്കെ അയച്ചാ, ഇനി ഒരു കുഴപ്പമില്ല, ഇനി അവർ അന്വേഷിച്ചോളൂ എന്ന് പറയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാൽ മതി എന്ന് പറയാം. പിന്നീട് ചോദിച്ചു, അല്ല ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് മോഹിനി പറഞ്ഞു, ഇവിടെയല്ലേ വിശേഷങ്ങളുള്ളതെന്ന് പറയാണ്. അല്ല എന്താ ചെറിയമ്മ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു, ഏയ് അതൊന്നും ഇല്ലടാ, ഞങ്ങൾ ആ ചെമ്പമ്മയുടെ എസ്റ്റേറ്റ് വരെ ഒന്ന് പോയായിരുന്നു, അതാ ഇവര് പറഞ്ഞത്. ചെമ്പമ്മയുടെ എസ്റ്റേറ്റ് വരെ പോയോ? അതെന്തിനാ? നീ ആദ്യം പോയി വന്നല്ലേ ഉള്ളൂ, ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവുക, അതിനുശേഷം നമുക്ക് സംസാരിക്കാന്ന് പറയാണ്. അങ്ങനെ ഗൗതം എന്ത് ചെയ്യുവാണ്, നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് നന്ദ ഉണ്ടായിരുന്നു അവിടെ. നന്ദ ഗൗതമിനെ കണ്ടപ്പോൾ ഓടി വരുന്നുണ്ട്. എന്തൊക്കെയുണ്ട് ഗൗതം സാർ, 3-4 ദിവസം അടിച്ചു പൊളിച്ചാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടിച്ചു പൊളിക്കാനൊന്നും പറ്റിയില്ല, നീയും കൂടെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിക്കായിരുന്നു. ഞാൻ വരാൻ പറഞ്ഞല്ലേ നിന്നോട്, നീ എന്നെ വരാതിരുന്നേന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗൗതം സാറ്, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ നീ ക്ലാസ്സിൽ പോയെന്ന് ചോദിക്കും. ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല, അതെന്താ? ഓ അതൊക്കെ വലിയ കഥകളാ, അതൊക്കെ പറയാന്ന് പറയാ. അല്ല എന്താ വലിയ കഥകള്? പിന്നെ അതൊക്കെ സാറിന് ഫ്രഷ് ആവും, അതിനുശേഷം നമുക്ക് സംസാരിക്കാന്ന് പറയാണ്. പിന്നീട് ഗൗതം എന്ത് ചെയ്യുവാണ്, ഒന്ന് ഫ്രഷ് ആകാനായിട്ട് അങ്ങോട്ട് പോവാം. ഫ്രഷ് ആയിക്കഴിഞ്ഞ ശേഷം വന്ന ശേഷം നന്ദേനെ കണ്ടില്ല. നന്ദ അപ്പം മുറിക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൗതം ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് പിങ്കിനെ കാണുന്നത്. പിങ്കി ഗൗതമിനെ കണ്ട ഉടനെ അങ്ങനെ ഗൗതത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗൗതമിനെ ചോദിച്ചു, അല്ലെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൗതം, സുഖമായിരുന്നു ചോദിക്കണം. ഒരു കുഴപ്പമില്ലായിരുന്നു പിങ്കി എന്ന് പറയണ. അല്ല ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ അർജുനെ ഹരിദ്വാറിൽ വെച്ച് കണ്ടെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ അവര് അന്വേഷണം നടത്തും. അങ്ങനെ കണ്ടെത്തിയെങ്കിൽ ഒരു പക്ഷെ അർജുന ഉടനെ തന്നെ ഇങ്ങോട്ട് വരും എന്ന് പറയാം. പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറി. എന്താ പിങ്കി ഇങ്ങനെ, നിനക്ക് സന്തോഷമില്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ ഗൗതമിനോട്, അർജുന്റെ കാര്യം. എനിക്ക് ഒരിക്കലും അർജുനെ എന്റെ ഭർത്താവായിട്ട് കാണാൻ കഴിയില്ല, ഇനി അതിനെക്കുറിച്ച് നമ്മൾ തമ്മിലൊരു സംസാരം വേണ്ടെന്ന് പറയാം. പിന്നെ ഗൗതം ഇവിടെ ഇല്ലായിരുന്ന 3-4 ദിവസം നന്ദ അങ്ങ് ശരിക്കും അങ്ങോട്ട് അടിച്ചു പൊളിച്ചെന്ന് പറയാം. എന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞേ? അല്ല ഞങ്ങൾ ചെമ്പമ്മയുടെ എസ്റ്റേറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു, അവിടെയായിരുന്നു നമ്മുടെ മിഥുന്റെ വീട്. അവിടെ ചെന്ന് ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തു പോയ സമയത്ത് നന്ദ പനിയാന്നൊക്കെ പറഞ്ഞ് നന്ദ അവിടെ മൂടിപ്പോയിച്ച് കിടന്നിട്ട് എന്താ ചെയ്തെന്നറിയാവോ? അവളുണ്ടല്ലോ, അവൾ ആ മിഥുനെ വിളിച്ചിട്ട് ആ മിഥുന്റെ ബൈക്കിന് പുറകെയായിരുന്നു ചുറ്റൽ മുഴുവൻ, ആ നാട് മുഴുവൻ ചുറ്റി നടന്ന് കാണുമായിരുന്നു പറയാ. ഗൗതം ഇല്ലാത്ത സമയത്ത് അവൾ നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു. ഗൗതമിന് അവളില്ലാത്ത വിഷമവും കാണും, പക്ഷെ അവൾക്ക് ഗൗതമില്ലാത്ത ഒരു വിഷമവും വേദനകളും ഇല്ലായിരുന്നു. അവൾ നന്നായിട്ട് അങ്ങ് എൻജോയ് എന്ന് പറയാണ്. ഗൗതം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ഒന്ന് ഡസ്പായി പോയി. പെട്ടെന്ന് അതിനെ ഗൗതം എന്ത് ചെയ്യാണ്, പിങ്കിയോട് പറഞ്ഞു, പിങ്കി അല്ല മുമ്പ് ആ മിഥുന്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ, മിഥുനും നന്ദയും കൂടെ ഡാൻസ് കളിക്കാൻ സമയത്ത് ആ മത്സരം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളികളൊക്കെ കളിച്ചായിരുന്നല്ലോ, അത് പിങ്കിയുടെ കൂട്ടുകാരിയില്ലായിരുന്നു ചോദിക്കുമായിരുന്നു ആ സാന്ദ്ര. പെട്ടെന്ന് പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറി. അല്ല അതെന്തിനാ ഇപ്പം പറയണേ? അല്ല ആ സാന്ദ്ര ഇപ്പം ജയിലിൽ ജാമ്യത്തിൽ ഇറങ്ങിയെന്നാ പറയുന്നത് കേട്ടത്. അങ്ങനെ സാന്ദ്ര അങ്ങനെ ഒരു നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരാന്ന്, അതിന്റെ അതിന് വേണ്ടിയിട്ട് ചരട് വലിച്ച ആരാന്നുള്ള സത്യമൊക്കെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി, സാമാന്യ ബുദ്ധിക്ക് എനിക്കുണ്ടെന്ന് പറയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്നെ കൊണ്ട് പറയിക്കണമെന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം മുഖത്തടിയേറ്റവല്ലേ ഇപ്പൊ പിങ്കിക്ക്. പിങ്കി അത്രയും പ്രതീക്ഷ കാര്യമല്ല, അതുകൊണ്ട് കൂടുതൽ പിങ്കി നിന്ന് വാചകം അടിക്കാതെ പിങ്കിയുടെ കാര്യം നോക്കി പോകാൻ പറയണം. പിങ്കി അത്രയ്ക്കൊന്നും പ്രതീക്ഷയല്ല. പിങ്കി ആകെപ്പാടെ നാണം കിട്ടുപോയി. ഒരു പാര പണിയാന്നോർത്ത് വന്നായിരുന്നു, പക്ഷെ അതങ്ങടെ നടന്നില്ല, ചീറ്റിപ്പോയി. പിന്നീട് ഗൗതം ആലോചിക്കുക, എന്തുകൊണ്ടായിരിക്കും എല്ലാവരും പുറത്തു പോയ സമയത്ത് നന്ദം ഇതിൻ്റെ കൂടെ പോയത്? എന്തെങ്കിലും ഒരു കാരണം കാണുമോ? അതോ ഇനിയിപ്പോൾ പിങ്കി പറയുന്ന പോലെ അന്നെങ്ങനെ മത്സരിച്ച ആ മത്സരത്തിന്റെ സമയത്ത് അവർ തമ്മിലുള്ള ഒന്നിച്ചുള്ള ഡാൻസ് അതായിരിക്കും മനസ്സിലാവും. എന്നാലും നന്ദയെ കൈ പിടിച്ചോടൊക്കെ ആ ഡാൻസ് അത് തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നല്ല. അതിന്റെ പേര് താനും നന്ദയെ വഴക്കുണ്ടാക്കുകയും ചെയ്തു. എന്നാലും പക്ഷെ എന്തോ അതങ്ങ് ഗൗതത്തിന് ദഹിച്ചില്ല. ഈ സമയത്ത്
ഗൗതം നോക്കി കഴിഞ്ഞപ്പോൾ നന്ദ മുറിയിലില്ലായിരുന്നു. നന്ദ പിന്നീട് നോക്കി കഴിയുമ്പോഴത്തേനും നന്ദ പുറത്തോട് നടക്കുന്നുണ്ട്. അപ്പം ഗൗതം അങ്ങോട്ട് ചെന്ന് എന്ത് പറ്റി, എന്താ നീ എന്താ ഇതിലൂടെ നടക്കണേന്ന് ചോദിക്കാൻ. ഒന്നുമില്ല ഗൗതം സാർ എന്ന് പറയണേ. എന്തോ കാര്യമുണ്ട്, എന്നോട് എന്താണെങ്കിലും തുറന്നു പറ. ഒരു നിമിഷം നന്ദയെന്ന് ആലോചിച്ച് പറയണോ വേണ്ടയോ? പറഞ്ഞിട്ടുണ്ടേ പ്രശ്നമാവും. ഇപ്പൊ താൻ ഗാഥയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പക്ഷേ ഗൗതം സാറിന് എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഗൗതം സാറിന്റെ അച്ഛനെ പറ്റിയ താൻ അങ്ങനെ ഒരു കാര്യം പറയാൻ പോകുന്നത്. ഇതും പറഞ്ഞറിഞ്ഞ സത്യങ്ങൾ അത് പറയണ്ട, വേണേ ബാലാജിനെ കുറിച്ച് പറയാം. ബാലാജിനെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ തന്നെ ഗൗതം സാർ വെറുതെ സംശയിക്കും. അല്ലെന്താ, നിനക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നല്ലോ, നിന്റെ മുഖം വല്ലായിരിക്കുന്നുണ്ടോ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ. അല്ല, ചെമ്പമേടി പോയിട്ട് നീ മിഥുന്റെ ഒപ്പം ബൈക്കിനൊക്കെ പോയെന്ന് അറിഞ്ഞല്ലോ, എന്തായിരുന്നു, എങ്ങോട്ടാ പോയെന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഗൗതം സാർ, ഞാനുണ്ടല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോൾ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അത് ഗൗതം സാറും കൂടെ അറിഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണെന്നറിയാം. അല്ല എന്താ ഉണ്ടായത്? അത് നീ എന്നോടൊന്നും വിളിച്ചു പറഞ്ഞു പോയില്ല. അത് വിളിച്ചു പറഞ്ഞ പിന്നെ സാറിന് അവിടെ നിന്ന് കഴിയുമ്പോഴത്തേനും ടെൻഷൻ ആവൂലേ, വീട്ടിൽ വന്നിട്ട് പറയാന്നോർത്താ പറയായിരുന്നു പറയണ. അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ബാലാജിനെ കണ്ടതും പിന്നീട് ഗാഥയുടെ കാര്യങ്ങളും ഇതെല്ലാം പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞു ഗീതം ചോദിച്ചു, നീ എന്തിനാ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെടാൻ പോകുന്നേ, നിനക്ക് എന്നിട്ട് വല്ല ആവശ്യമുണ്ടോ നന്ദേ, ഇനിയിപ്പോൾ അയാൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമോയെന്ന് ചോദിക്കുകയാണ്. നന്ദ പറഞ്ഞു, ഒന്നുമല്ലേലും ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയാണ് ഞാൻ. ഗൗതം സാർ ഒരു പോലീസ് ഓഫീസറും അല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഭയക്കണേന്ന് ചോദിക്കുകയാണ് ബാലാജി. അവൻ എത്ര വലിയ കൊടിയ കൊമ്പനാണെങ്കിലും എനിക്കൊന്നും പ്രശ്നമല്ലെന്ന് പറയണേ. എനിക്ക് ഗാഥ, അവള് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്, അവളെ രക്ഷിക്കണം എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഗൗതം സാർ. എന്തൊക്കെ വന്നാലും എനിക്ക് അവളെ രക്ഷിക്കണം എന്നറിയാം. ഇതെന്താ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേണ്ടാത്ത വയ്യാവലിയിൽ നിന്നും പോയി ചാടണ്ട കേട്ടോ. എപ്പോഴും ഞാൻ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞോണ്ട് എപ്പോഴും എനിക്ക് നിന്റെ പുറകെ നടക്കാനാണ് സമയം. ഓരോ വള്ളിക്കെട്ടുകളൊക്കെ പോയി പിടിച്ചു വെക്കും, പിന്നെ അതിന്റെ പുറകിലായിരിക്കും നിന്റെ തോന്നിയാസം. നിനക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ അല്ലേ, നിന്റെ എക്സാം ഉടനെ അടുത്ത് വരുമല്ലേ, നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക, പഠിച്ചൊരു ഡോക്ടർ ആവാനുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ ഇതിന്റെ പുറകെ നടന്ന് വെറുതെ സമയം കളയേണ്ടെന്ന് പറയാം. നന്ദ പറഞ്ഞു, എനിക്ക് ഗാഥയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല ഗൗതം സാറ്. എന്തോ അവൾ കണ്ടപ്പം മുതൽ എനിക്ക് അവളെ രക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്തകളുണ്ട്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആദ്യമേ തന്നെ ഞാൻ പറയാ, ഇതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കേണ്ടെന്ന്. അവരായി അവരുടെ പാടായി, അവർക്ക് ഇഷ്ടമുള്ള അവരെന്താന്ന് ചെയ്തോട്ടെ. ഇനിയിപ്പൊ അതിന്റെ പുറകെ നടന്ന് വെറുതെ നീ നിന്റെ തല ഉണ്ടാക്കണ്ട, ഈ കുടുംബത്തിലുള്ള സ്വസ്ഥത കളയണ്ട. അല്ലെങ്കിൽ തന്നെ ഈ കുടുംബത്തിൽ അറിയാലോ നിനക്ക്, അരുന്ധതി വല്യമ്മയുടെ പോയതും അർജുനേട്ടനും എല്ലാം കൂടി ചേർത്ത് അല്ലേ തന്നെ എല്ലാവർക്കും നല്ല സങ്കടവും വിഷമവും ഇതെല്ലാം ഉണ്ട്. അതിന്റെ ഇടയ്ക്കിലേക്ക് നീ ആയിട്ടൊരു പ്രശ്നം കൂടെ വരുത്തിക്കൊണ്ട് വെക്കണ്ടെന്ന് പറയാം. നന്ദ പറഞ്ഞു, എന്താ ഗൗതം സാർ ഇങ്ങനെ? അവസാനം നന്ദ പറഞ്ഞു, ശരി ഞാൻ ഒന്നിനും പോകുന്നില്ലെന്നും പറഞ്ഞ് വരുവാണ്. ഗൗതത്തിന്റെ ഒപ്പം മുറിയിലേക്ക് കയറി വരുവാണ്. എന്നാലും നന്ദയുടെ ഉള്ളിൽ ആ ഗാഥയുടെ മുഖമായിരുന്നു, ഗാഥയെക്കുറിച്ച് ചിന്തകളും. അതോടൊപ്പം തന്നെ അച്ഛന്റെ ആരാണ്, അവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കണം. പക്ഷെ അതെങ്ങനെ ആരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും? മിഥുനും അതിനെക്കുറിച്ച് സത്യമൊന്നും അറിയത്തില്ല. അതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ ഗാഥ പറയണം, അല്ലെങ്കിൽ ആ സുജാതാന്റി പറയണം. എങ്കിൽ മാത്രമേ തനിക്ക് അച്ഛനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവർ തമ്മിലുള്ള ആ റിലേഷൻ എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അതങ്ങനെയൊക്കെ ഓർത്തിട്ട് നന്ദ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.